തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വൻ തീപിടുത്തം. മേനംകുളം വ്യവസായ വകുപ്പിന്റെ കീഴിലെ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്താണ് അഗ്നിബാധ. തീ പടർന്ന് അരമണിക്കൂറിലധികം പിന്നിടുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. വ്യവസായ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഏക്കറോളം സ്ഥലത്താണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറായി വലിയ തരത്തിലുള്ള തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രദേശത്താകിത് കഴക്കൂട്ടം മേനംകുളം എന്ന പ്രദേശമാണ്. അവിടെ വ്യവസായ വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വലിയ തരത്തിലുള്ള പുക അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ, ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അറിയിക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ പ്രദേശത്ത് ആകമാനം ഇത്തരത്തിൽ പുക വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിൽ ഈ കാണുന്ന പോലെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്ത്, ഈ ചുറ്റുമുള്ള ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇപ്പോൾ തീ പിടിച്ചിട്ടുള്ളത്. എന്താണ് ഈ തീ പിടിക്കാനുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇവിടെ തീ കത്തുകയായിരുന്നു എന്നുള്ളതാണ്. അത് ഈ ചുറ്റുപാടും വലിയ തരത്തിൽ തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ വനിതാ ബറ്റാലിയൻ ഓഫീസും അതുപോലെ തന്നെ ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റും ഉണ്ട്. അതാണ് വലിയ തരത്തിലൊരു അപകട ഭീഷണി ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഫയർഫോഴ്സിന് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴക്കൂട്ടത്ത് നിന്നും അതുപോലെ തന്നെ ചാക്കയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഇവിടെ തീ അണക്കാനുള്ള ശ്രമം കഴിഞ്ഞ അരമണിക്കൂറായി നടത്തുന്നത്. ഇപ്പോഴും അവർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള തീ അണയ്ക്കാനുണ്ട്. പക്ഷെ അത് പടരുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തീ ഇങ്ങനെ ഈ ഒരു തീ കത്തിയതിന് ശേഷമുള്ള പുക അന്തരീക്ഷത്തിൽ വ്യാപിച്ച ഒരു സാഹചര്യം അടക്കമുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ ഈ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയാണിത്. അതിൽ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം, പെട്ടെന്നൊരു തീപിടുത്തത്തിന് കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിൽ ഈ ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റ് ഉള്ളത് വലിയ തരത്തിലുള്ള ഒരു അപകട ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫയർഫോഴ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 4ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിപ്പോൾ കാണുന്ന പോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊന്നും അധികം വീടുകളൊന്നും ഇല്ല. അതുകൊണ്ട് വലിയ തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ഈ പുക വലിയ തരത്തിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ തീ പടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്.